ഹായ്, ഗുഡ് മോർണിംഗ്. നോക്കി നല്ല മഴ പെയ്യുന്നുണ്ട്. സമയം ഒന്നും ആയിട്ടില്ല കേട്ടോ. 5 മണി ആവുന്നേ ഉള്ളേ. അപ്പം നമുക്ക് തുടങ്ങിയാലോ രാവിലത്തെ പരിപാടികൾ. ഹായ് ഫ്രണ്ട്സ്, ഇത് പനീറാണേ. ഇന്ന് സ്കൂളിൽ കൊണ്ടുപോയാൽ നമുക്ക് പനീർ പുലാവ് ഉണ്ടാക്കാമെന്ന് കരുതി. ഇത് നമ്മുടെ ബിനുവേട്ടൻ്റെ പെങ്ങളുടെ മോള് വന്നപ്പോൾ വാങ്ങിച്ചതാണ് പനീറ്. ബാക്കി ഒരു കവർ അധികം വന്ന്, അതുകൊണ്ടാണ് നമ്മളിന്ന് പനീർ പുലാവ് ഉണ്ടാക്കാമെന്ന് കരുതിയത്. അതിനുവേണ്ടി ഒരു സവാള, 2 പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ഒരു കഷ്ണം പട്ട, 2 ഗ്രാമ്പു, 2 കഷ്ണം ഏലക്ക, ബീൻസ് ചെറുതായി കട്ട് ചെയ്തത്, ഒരു ക്യാരറ്റ്. ഇത്രയും കൂടെ നമുക്ക് കുക്കറിലിട്ട് വളരെ എളുപ്പത്തിൽ സിമ്പിളായി ഉണ്ടാക്കാൻ പറ്റിയൊരു ഫുഡാണ് പനീർ പുലാവ്. നമുക്ക് നോക്കാം അതെങ്ങനെയാണെന്നേ. നാളെ പുലാവ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഗ്രീൻ പീസ് വെള്ളത്തിലിടുവാണേ. പുലാവ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ 1 ഗ്ലാസ് അരിയാണ് വെള്ളത്തിലിട്ട് വെക്കുന്നത് തലേന്ന് രാത്രിയിൽ. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ മിക്സിയിലിട്ട് ചതച്ചെടുക്കാം. നമുക്ക് ചൂടായ പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാമേ. അതിനുശേഷം പനീരിടാം. ടേസ്റ്റ് കൂടാൻ വേണ്ടിയാണ് നമ്മൾ എണ്ണയിലൊന്ന് മുരിച്ചെടുക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് കുക്കർ തന്നെ ഇട്ടാലും മതി കേട്ടോ. ഇതാണ്ട് ഒന്ന് വാടിയൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ അടുപ്പത്ത് വെക്കാമേ. ചൂടായ കുക്കറിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാമേ. നേരത്തെ എടുത്ത് വെച്ചിരുന്ന ഗ്രാമ്പും പട്ട ഏലക്ക ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ ഇടാതെ. ഇനി അടുത്തതായിട്ട് സവാളയാണ് ഇട്ട് കൊടുക്കുന്നത്. അടിയിൽ കിടന്ന മുന്തിരിങ്ങ ഇത്തിരി കരിഞ്ഞു പോയി കേട്ടോ, തീ കൂടി. ഇനി ഇതിലോട്ട് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയുടെ പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കുക. അതൊന്ന് വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് ക്യാരറ്റും ബീൻസും ഇടാവേ. ഇനി ഇത് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ഇത്തിരി ഉപ്പും കൂടി ഇടണവേ, അന്നേരം പെട്ടെന്ന് വരണ്ട് വരും. ഇനി നമുക്കിതിലോട്ട് ഒരു തക്കാളിക്ക് അരിഞ്ഞിട്ട് കൊടുക്കാം. അതാണ്ട് ഇതെന്തോന്നറിയാമോ, ഗ്രീൻ പീസാണേ. നമ്മൾ തലേന്നേ വെള്ളത്തിലിട്ടില്ലേ, അതും ചേർത്ത് കൊടുക്കാവേ. ഇനി ഒരു സ്വല്പം മഞ്ഞൾപ്പൊടി. നമ്മളിത് പൊടിച്ച് ചേർക്കുവാണ്. കാരണം തുമ്പിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമില്ല. അപ്പോൾ പിന്നെ പൊടിച്ച് ചേർക്കുമ്പോൾ ചോറിലൂടെ അങ്ങ് ഉള്ളിൽ പോകുമല്ലോ, അതിനു വേണ്ടിയാണേ. ഇനി അതിലിട്ട് കൊടുക്കുക. ഇനി നമുക്ക് തലേന്ന് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിരുന്ന അരി കൈ ഊറ്റി ചേർക്കുകയാണ്. നല്ലോണം കുതിർന്നൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഇളക്കി കൊടുക്കണമേ. നമ്മൾ 1 ഗ്ലാസ് അരിയാണ് എടുത്തത്, അതിന് 1.5 ഗ്ലാസ് വെള്ളം വെക്കണവേ. ഉപ്പ് കുറവാണേ, ഉപ്പ് കൂടെ ചേർക്കാം. നെയ്യ് വേണമെങ്കിൽ ഒഴിക്കുക, ഇല്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. നമുക്ക് അടച്ച് വെച്ച് ഒരു വിസിൽ ഏൽപ്പിക്കാമേ. ദാണ്ടേ കുക്കർ തുറന്ന് നോക്കാവേ. നോക്കിയേ, നമുക്ക് നോക്കാം, ഇളക്കിയൊക്കെ നോക്കാം എങ്ങനെ ഉണ്ടെന്നേ. കണ്ടോ, നല്ലോണം വെന്ത് നല്ല ഫ്രൈ ആയിട്ടിരിക്കുന്നു കേട്ടോ. നോക്കിയേ, അടിയിലൊന്നും പിടിച്ചിട്ട് ഒന്നുമില്ല കേട്ടോ. നമ്മൾ ആ കറക്റ്റായിട്ടുള്ള വെള്ളമൊക്കെ ചേർത്തുകൊണ്ടാണേ. ഇത്തിരി ലേറ്റായിട്ടൊക്കെ നമ്മൾ എണീക്കുമ്പോൾ കുട്ടികൾക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് സ്കൂളിൽ കൊടുത്തുവിടാൻ പറ്റിയൊരു ഐറ്റമാണിതേ. കൂടൊന്നും ഇല്ല തുമ്പിക്കുട്ടി, ടേസ്റ്റ് ചെയ്ത് നോക്ക്. എങ്ങനെയുണ്ട്? സൂപ്പറാ. ഒരു ഇത്തിരി മല്ലിയിലയും കൂടെ ചേർത്തായിരുന്നെങ്കിൽ സൂപ്പറായിരുന്നതിന്. പക്ഷേ ഞാൻ കടയിൽ കയറിയതാണേ, വാങ്ങിക്കാൻ വിട്ടുപോയതാണേ. അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. പക്ഷേ എല്ലാവർക്കും ലൈക്കും കമൻറ്റും തരാൻ മാത്രം എന്തോ അറിയില്ല. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടൊക്കെ ഈ വീഡിയോ ചെയ്യുന്നതല്ലേ, ഒരു ലൈക്കും കമൻറ്റും ഒക്കെ തന്നൂടെ കൂട്ടുകാരെ. ഓക്കെ, ബൈ ബൈ.